യുടെ ജനകീയനായ MLA ശ്രീ ജനീഷ് കുമാർ, വേദിയിലുള്ള രണ്ട് ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ GR അനിലും ശ്രീ അഹമ്മദ് ദേവർകോവിലും ഇവിടെ അവർ സംസാരിക്കാൻ വേണ്ടി എത്തിയതാണ്. നവകേരള സദസ്സിൻ്റെ പ്രത്യേകത, നവകേരള സദസ്സ് മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് 3 മന്ത്രിമാർ സംസാരിക്കണം എന്നുള്ളതാണ്. നവകേരള സദസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് അപ്പോഴേക്കും മുഖ്യമന്ത്രി എത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഞങ്ങൾ 3 പേരും ഇവിടെ എത്തിയിട്ടുള്ളത്. നവകേരള സദസ്സ് ആരംഭിച്ചിട്ടിപ്പോൾ 1 മാസം പൂർത്തീകരിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് നവകേരള സദസ്സ് തുടക്കം കുറിച്ചത്. കേരളത്തിലെ 100% വരുന്ന ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് നവകേരള സദസ്സ്. 2.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുക, ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിച്ചു പോവുക എന്നുള്ളതാണ് നവകേരള സദസ്സിൻ്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിന് തടസ്സമായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള പക പോക്കൽ സമീപനത്തെ കൂടി തുറന്നു കാണിക്കുക എന്നുള്ള ലക്ഷ്യവും നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു. ദൗർഭാഗ്യവശാൽ നവകേരള സദസ്സിനോട് ചേർന്ന് നിൽക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷം അതിന് തയ്യാറായില്ല. പ്രതിപക്ഷത്തെ ആകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ തുടക്കത്തിലെ നവകേരള സദസ്സിനോട് ഒരു നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എല്ലാവരും യോജിച്ച് നിന്ന് നടത്തേണ്ട ഒരു പരിപാടിയായിരുന്നു. നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, കുപ്രചരണം അഴിച്ചുവിട്ടു. ഇവിടെ അധികം വൈകാതെ എത്തിപ്പെടാൻ വേണ്ടി പോകുന്നൊരു ബസ്സുണ്ട്. ഞങ്ങളൊക്കെ അതിലാണ് കാസർഗോഡ് നിന്ന് ഇതുവരെ യാത്ര നടത്തി തിരുവനന്തപുരം വരെ എത്താൻ ഉദ്ദേശിച്ചു. ആ ബസ്സിനെ കുറിച്ച് പല തെറ്റായ പ്രചരണങ്ങളും പ്രസ്താവനകളും ഇറക്കുകയും നടത്തുകയും ചെയ്തു. ആഡംബര ബസ്സാണ്, സ്വിമ്മിംഗ് പൂളുണ്ട്, കറങ്ങുന്ന കസേരകളാണ്, അതിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, അങ്ങനെ ഒരു ധൂർത്ത് ബസ്സാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെല്ലാവരും ബസ് കാണുന്നത് കാസർഗോഡ് വെച്ചിട്ടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഞങ്ങളെല്ലാവരും. നിങ്ങൾക്കും ഇപ്പോൾ ഈ ബസ് വരുമ്പോൾ അത് കാണാൻ വേണ്ടി സാധിക്കും. സാധാരണ ഒരു ബസ്സാണ്. കുപ്രചരണങ്ങൾ ഏച്ചുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് ബഹിഷ്കരണാഹ്വാനമായി. ബഹിഷ്കരണാഹ്വാനവും ഏശാതെ പോയപ്പോൾ മുഖ്യമന്ത്രിയെ തെറി വിളിക്കലായി പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ഹോബി. അവിടെയും മുഖ്യമന്ത്രി എത്രത്തോളം ആക്ഷേപിക്കുന്നു അത്രത്തോളം മുഖ്യമന്ത്രി ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ശക്തനായി മാറുന്നു എന്നുള്ള തിരിച്ചറിവ്. ആ നീക്കവും കൈവിട്ട് പിന്നെ ചീമുട്ടയേറിലേക്ക് കടക്കുകയായിരുന്നു. ചീമുട്ടയേറ് ജനങ്ങൾ വലിയ നിലയിൽ വിമർശിക്കുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു ഷൂസേറായി. ഷൂസേറും ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്നുവെന്ന് കണ്ടപ്പോൾ പിന്നീട് ആത്മഹത്യാ ശ്രമ സമരങ്ങളായി. ഓടുന്ന ബസ്സിന് മുമ്പിൽ ചാടി വീഴുക, ചാവേർ സമരങ്ങൾ. ഓടുന്ന ബസ്സിന് മുമ്പിൽ ആരെങ്കിലും ചാടി ആ ബസ്സേറ്റോ ബ്രേക്ക് ചവിട്ടാൻ വിട്ടുപോയാൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുക? നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് ഇടിച്ച് ഒരാൾ മരണപ്പെട്ടു
അല്ലെങ്കിൽ പരിക്ക് പറ്റി എന്നൊക്കെയുള്ളൊരു സ്ഥിതി വരികയാണെങ്കിൽ എന്തായിരിക്കും പ്രചരണം? ഇത് ഇപ്പൊ പുതുതായി തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിന്റെ ചുമതല വഹിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന സുനിൽ കനകോലുവിന്റെ ബുദ്ധിയാണ്. അതും ജനങ്ങൾക്കിടയിൽ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതി വന്നു. അപ്പോഴാണ് വീണ്ടും കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് നവകേരള സദസ്സിലേക്ക് പങ്കെടുക്കുന്ന അമ്മമാരെ, സഹോദരന്മാരെ, കുട്ടികളെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള വലിയ പ്രചരണം. പക്ഷെ ആ പ്രചരണങ്ങളെയൊക്കെ തട്ടിമാറ്റി എങ്ങനെയാണ് കേരള ജനത നവകേരള സദസ്സിനെ ഹൃദയത്തിലേറ്റിയത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും 10,000-കണക്കിന് വരുന്നവർ ഈ കോന്നിയിൽ തടിച്ചുകൂടി നവകേരള സദസ്സിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതാണ് അതിന്റെ പ്രത്യേകത. എന്തൊരു മഴയാണ്! ഇവിടെയുള്ള അത്ര ആൾ പുറത്ത് വേറെയുണ്ട്. മഴ കൊണ്ട് ആളുകൾ നിൽക്കുന്നു. അത് ഈ സർക്കാരിനുള്ള പിന്തുണയാണ്. ഇവിടെ ജനീഷ് പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഓർത്തത് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ജനീഷ് ആദ്യമായി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഒട്ടേറെ വികസന പ്രശ്നങ്ങളാണ് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങൾ മുന്നോട്ട് വെച്ചത്. അവയൊക്കെ നടപ്പിലാക്കാൻ ഏറെക്കുറെ ജനീഷിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല. കർഷകർ, കർഷക തൊഴിലാളികൾ, ആദിവാസി ജനവിഭാഗം ഒക്കെയുള്ള ഒരു മണ്ഡലം. ഈ നാടിന്റെ വികസനം എന്നാൽ സാധാരണ ജനവിഭാഗത്തിന്റെ വികസനം, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിത മുന്നേറ്റം. കേരളത്തിലെ അതിപ്രധാനമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന മേഖല കൂടിയാണ്. ഗവി ഇവിടെയാണ്, അടവി, ആനക്കോട്ട തുടങ്ങി സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് കോന്നി നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളത്. വലിയ മുന്നേറ്റമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ശ്രീ KU ജനീഷ് കുമാർ ഈ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി മാറിയതിനു ശേഷം ഈ മണ്ഡലത്തിൽ വന്നിട്ടുള്ളത്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റ് 2 മന്ത്രിമാർ അതിനെക്കുറിച്ചൊക്കെ പറയും. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിക്കും. വിശ്രമമില്ലാതെ ഇവിടെ MLA-യുടെ നേതൃത്വത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തി മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഈ നാടിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയ പദ്ധതി LDF സർക്കാർ നടപ്പിലാക്കി എന്നുള്ള വിവരം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യമാണല്ലോ. 2 റീച്ചിലാണ് ഈ മണ്ഡലത്തിലെ പ്രവൃത്തി. പുനലൂർ മുതൽ കോന്നി വരെയുള്ള റീച്ച് 118 കോടി 7 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പദ്ധതി ഇപ്പൊ അന്തിമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ കാണുന്നുണ്ട്. കോന്നി മുതൽ പ്ലാച്ചേരി വരെ 118 കോടി 96 ലക്ഷം രൂപ ചെലവഴിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന നിലയിൽ ഈ റോഡ് മാറിക്കഴിഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 കോടി 1 ലക്ഷം രൂപ ചെലവഴിച്ച് അട്ടച്ചാക്കൽ കുമ്പളാംപൊയ്ക റോഡ് നവീകരണവും സാധ്യമാക്കി. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് കീഴിൽ 115 കോടി 27,43,000 രൂപ ചെലവഴിച്ച് 139 കിലോമീറ്റർ ദൂരം റോഡ് കോന്നിയിൽ നവീകരിച്ചിട്ടുണ്ട്. നിരത്ത് വിഭാഗത്തിന് കീഴിൽ 69 കോടി 17 ലക്ഷം രൂപ ചെലവ് വരുന്ന 10 റോഡുകളാണ് LDF സർക്കാർ വന്നതിന് ശേഷം PWD റോഡുകൾ നവീകരിച്ചത്. കിഫ്ബി പദ്ധതിക്ക് കീഴിൽ 46 കോടി 65 ലക്ഷം രൂപ ചെലവ് വരുന്ന 3 പ്രവൃത്തികളും ഇവിടെ പുരോഗമിക്കുന്നു. ഏഴംകുളം കൈപ്പട്ടൂർ റോഡ്, ആനയടി കൂടൽ റോഡ് എന്നിവ നവീകരിക്കുകയാണ്. കലഞ്ഞൂർ പാടം റോഡ് പ്രവൃത്തി പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇതുകൂടാതെ നിരത്ത് വിഭാഗത്തിന് കീഴിൽ മാത്രം 20 കോടി രൂപ ചെലവ് വരുന്ന 3 പ്രവൃത്തികൾക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 2 പാലം പ്രവൃത്തികൾ 14 കോടി 84 ലക്ഷത്തി 20,000 രൂപ അനുവദിച്ചു. 2 പാലം പ്രവർത്തിക്കും. കരിമാൻ തോട് പാലത്തിന്റെയും ഐരവൺ പാലത്തിന്റെയും പ്രവൃത്തി 2024 നമുക്ക് ആരംഭിക്കാൻ കഴിയുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 പ്രവൃത്തികൾക്ക്
66,18,00,000 രൂപക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. അത് ജനങ്ങളിലേറെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അച്ചൻകോവിൽ പ്ലാപ്പള്ളി റോഡ് 4 റീച്ചുകളായി ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യ റീച്ചിൽ വനഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുന്നു. രണ്ടാമത്തെ റീച്ചിൽ സാമ്പത്തിക അനുമതിക്ക് കിഫ്ബി കൈമാറി. 3-4 റീച്ചിൽ ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നു. പുതുവൽ മങ്ങാട് റോഡ് സാമ്പത്തിക അനുമതിക്കായി കിഫ്ബിക്ക് കൈമാറിയിട്ടുണ്ട്. കെട്ടിട വിഭാഗത്തിന് കീഴിൽ 2016 മുതൽ 8,05,00,000 രൂപയുടെ 4 പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കെട്ടിട വിഭാഗത്തിന് കീഴിൽ 26,15,00,000 രൂപയുടെ 6 കെട്ടിട വിഭാഗത്തിന് കീഴിൽ 4,68,00,000 രൂപ ചെലവ് വരുന്ന 4 പ്രവൃത്തികൾക്കും ഭരണാനുമതി നൽകി. പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. 23,55,00,000 രൂപ നമ്മൾ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തികൾക്ക് നടപ്പിലാക്കി. അതിൽ 12,46,00,000 രൂപയുടെ പ്രവൃത്തി പൂർത്തിയായി. ബാക്കി പ്രവൃത്തി പുരോഗമിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ റോഡുകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് LDF സർക്കാർ വഹിച്ചത്. ശബരിമല ഉൾപ്പെടുന്ന ജില്ലയിലെ ശബരിമലയ്ക്കൊപ്പം ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളുടെ പ്രധാന ആരാധനാലയങ്ങളും കൺവെൻഷനുകളും ഒക്കെ ഉള്ള ജില്ലയാണ്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ സീസണിൽ ഒരു 2 മാസം മുമ്പ് തന്നെ, ശബരിമല സീസണിന്റെ മുമ്പ് തന്നെ പ്രവർത്തികൾ പ്ലാൻ ചെയ്ത് റോഡ് പരിപാലനം ഉറപ്പുവരുത്തി. ഇന്ന ദിവസം ഞങ്ങൾ 100-600ഓളം കിലോമീറ്റർ റോഡുകളിലൂടെ സഞ്ചരിക്കുമെന്ന് പറഞ്ഞ് ഈ ജില്ലയിലെ MLA-മാർക്കൊപ്പം ഞങ്ങൾ ശബരിമല റോഡുകളിലൂടെ സഞ്ചരിച്ചിരുന്നു. ഇടയ്ക്കിടെ ഓരോ സ്ഥലത്തിറങ്ങി റോഡ് പ്രവർത്തികൾ പരിശോധിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. വലിയ നിലയിലുള്ള ജനകീയമായ ഒരു മാറ്റമായി അത് പൊതുവെ മാറി. എല്ലാവരും അതിനോട് സഹകരിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തിച്ചേരുന്ന സ്ഥലം, തീർത്ഥാടന ടൂറിസത്തെ സഹായിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കഴിഞ്ഞ തവണ ശബരിമല റോഡ് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായതിന്റെ ഗുണം ഇത്തവണയും ലഭിക്കുന്നു. ഇത്തവണയും വളരെ നേരത്തെ തന്നെ യോഗം ചേർന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു. പിന്നീട് വിവിധ യോഗങ്ങൾ നടന്നു. അതൊക്കെ നല്ല നിലയിൽ നടപ്പിലാക്കി. കോന്നി കേരളത്തിന്റെ ഇക്കോ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രം. സീതത്തോട് ഇക്കോ ഹബ്ബ് ടൂറിസം പദ്ധതിക്ക് 4,39,00,000 രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തേനരുവി വെള്ളച്ചാട്ടം പദ്ധതിക്ക് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 ലക്ഷം രൂപ അനുവദിച്ച വിവരവും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗവിയിലെ ടൂറിസം പദ്ധതി MLA എപ്പോഴും ശ്രദ്ധപ്പെടുത്തുന്ന കാര്യമാണ്. ഗവിയിലെ ടൂറിസം പദ്ധതിക്കുള്ള 1,90,00,000 രൂപയുടെ പ്രവൃത്തി പുരോഗമിക്കുന്ന സന്തോഷ വിവരം നിങ്ങളോട് പ്രത്യേകം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ വലിയ മാറ്റം ഈ മേഖലകളിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു. ശബരിമലയിലെ തീർത്ഥാടകരെ സഹായിക്കുന്നതിന് ശബരിമല മൈക്രോ സൈറ്റ് കൂടി ടൂറിസം വകുപ്പ് സജ്ജമാക്കുന്നുണ്ട്. ശബരിമലയുടെ പ്രത്യേകത വിവിധ ഭാഷകളിൽ വിവരിക്കുന്ന മൈക്രോ സൈറ്റാണ് സജ്ജമാക്കുക. അതിന് 60 ലക്ഷം രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ച വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർത്ഥാടക ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലെ പൈതൃക ക്ഷേത്രങ്ങളെ സംബന്ധിക്കുന്ന മൈക്രോ സൈറ്റും പുരാതന ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന മൈക്രോ സൈറ്റും സജ്ജമാക്കി കഴിഞ്ഞു. മുസ്ലിം ആരാധനാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന മൈക്രോ സൈറ്റും സജ്ജമാക്കുന്നുണ്ട്. ഇവിടെ ആദ്യം 2 മൈക്രോ സൈറ്റുകൾ സജ്ജമാക്കിയത് വളരെ ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട്, 3ാമത്തെ മൈക്രോ സൈറ്റ് സജ്ജമാക്കുന്നത് തെറ്റായി പ്രചരിപ്പിച്ച് ടൂറിസം മന്ത്രി ഒരു കുത്തുകുത്താനുള്ള ശ്രമം ചില മഹാന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊക്കെ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ കോന്നിയിലെ പശ്ചാത്തല വികസന ടൂറിസം മേഖലകളെ ശക്തിപ്പെടുത്താൻ എല്ലാ നിലയിലും ശ്രമിക്കുന്നു. ഇതുപോലെ മറ്റെല്ലാ വകുപ്പിലും ഇതുപോലുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ്. ഞാൻ ഓരോന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയല്ല. മറ്റ് വകുപ്പുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കും. ഇവിടെ ഇത്തരം നിലപാടുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റിനോട് എടുക്കുന്ന പകപോക്കൽ സമീപനമുണ്ട്. ആ പകപോക്കൽ സമീപനം ഞങ്ങളെല്ലാവരും നവകേരള സദസ്സിൽ തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണ് പകപോക്കൽ സമീപനം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുന്ന BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരാണ്. മതവർഗീയത ആളിക്കത്തിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർത്ത്
ഈ രാജ്യത്ത് മതസ്പർദ്ധ വളർത്തി വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനെതിരെ ബദലുയർത്തുക, മതനിരപേക്ഷതയെ മുറുകെ പിടിക്കുക എന്നുള്ള സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത്. സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ നവ ഉദാരവൽക്കരണ നയം കോൺഗ്രസ് ഗവൺമെന്റ് നരസിംഹറാവുവിലൂടെ 1991 നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു. മഹാന EMS എന്ന് പറഞ്ഞു, ഇത് ചെകുത്താന്റെ നയമാണ്. കേൾക്കാൻ തയ്യാറായില്ല. ചെകുത്താന്റെ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ തയ്യാറായി. ചെറുന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്റെ ജീവിതങ്ങൾ മാത്രം കണ്ടുകൊണ്ടുള്ള നയം മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങളെ ജീവിതത്തെ തകർക്കുന്ന നയമായി മാറി. രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും കടുത്ത പ്രതിസന്ധി ആ നയം സൃഷ്ടിച്ചു. BJP അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് തുടങ്ങി വെച്ച അതേ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നു. ഇതിന് ബദലുയർത്തി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നു. എല്ലാ വകുപ്പുകളിലും ഈ ബദൽ നമുക്ക് കാണാനാകും. ആ ഇടതുപക്ഷ ബദൽ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തിന് ബദലാണ്. എല്ലാവരിലും വലിയ നിലയിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ബദലായി ഇടതുപക്ഷ ബദൽ മാറുന്നു. ഇങ്ങനെ ഈ ബദൽ ഇടതുപക്ഷ സർക്കാർ കണ്ണിലെ കരടായി മാറിയതിന്റെ ഭാഗമായി ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, കഴുത്ത് ഞെരിച്ച് സാമ്പത്തികമായി ഞെരുക്കം സൃഷ്ടിച്ച് ഇല്ലായ്മ ചെയ്യാൻ ഉള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ സദസ്സിൽ പറഞ്ഞത്. കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിക്ക് അത് പറഞ്ഞത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് വസ്തുതയാണ്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ പ്രചരണം എന്താണ്? കേരളത്തിലാകെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പ്രചരിപ്പിച്ച് കേരളത്തിന്റെ തനത് വരുമാനം കുറയുന്നു എന്നായിരുന്നല്ലോ പ്രചരണം. കേരളത്തിന്റെ തനത് വരുമാനം 2016 ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ 26%, അഭിമാനത്തോടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, 7.5 വർഷത്തിനിടയിൽ തനത് വരുമാനം 26% നിന്നും 67% ഉയർന്നു എന്നുള്ളതാണ്. അതാണ് പ്രത്യേകത. തനത് വരുമാനം കുറയുകയല്ല, തനത് വരുമാനം 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ആഭ്യന്തര ഉൽപാദനം എന്താണ് പ്രചരണം? ആഭ്യന്തര ഉൽപാദനം കേരളത്തിൽ കുറയുന്നു എന്നുള്ളതാണ് പ്രചരണം. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആഭ്യന്തര ഉൽപാദനം 5.6 ലക്ഷം കോടിയാണ്. എന്നാൽ ഈ 7.5 വർഷത്തിനിടയിൽ 5.6 ലക്ഷം കോടിയായ ആഭ്യന്തര ഉൽപാദനം 10.17 ലക്ഷം കോടിയായി ഉയർത്താൻ വേണ്ടി LDF സർക്കാരിന്റെ ഈ 7.5 വർഷത്തിൽ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. 5.6 ലക്ഷം കോടിയിൽ നിന്നും 10.17 ലക്ഷം കോടിയിലേക്ക് ഉയർന്നു ആഭ്യന്തര ഉൽപാദനം. പ്രതിശീർഷ വരുമാനം LDF സർക്കാർ ഈ കേരളത്തിൽ ഭരിക്കുമ്പോൾ പ്രതിശീർഷ വരുമാനം ഭരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ 1.48 ലക്ഷം രൂപയാണെങ്കിൽ 7.5 വർഷത്തിനിടയിൽ പ്രതിശീർഷ വരുമാനം 1.48 ലക്ഷം രൂപയിൽ നിന്നും 2.28 ലക്ഷം രൂപയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് കണക്ക്. എന്നാൽ നമുക്ക് അർഹതപ്പെട്ടത് കേന്ദ്ര സർക്കാർ നൽകാതെ പോകുന്നു. നമ്മളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട്, ഇവിടെ നിന്നും ജനിച്ച് ഇവിടെ കളിച്ചു വളർന്ന കേന്ദ്രമന്ത്രി ശ്രീ V. മുരളീധരൻ. അദ്ദേഹം നമ്മുടെ ഏതെങ്കിലും വികസന പ്രവർത്തനത്തോട് സഹകരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഏത് ജനങ്ങൾക്ക് ആശ്വാസകരമാവുന്ന ഏത് വികസന പ്രവർത്തനം വന്നോട്ടെ അത് മുടക്കാനാണ് അദ്ദേഹം മുന്നിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള സംസ്ഥാന വികസന മുടക്കൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ നവകേരള സദസ്സിൽ വിശേഷിപ്പിച്ചത്. അതിനെ അദ്ദേഹം വൈകാരികമായി എടുത്ത് വ്യക്തിപരമായിട്ടാണ് മറുപടി നൽകിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കാൻ, അതേ അർത്ഥത്തിൽ മറുപടി നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ഫണ്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ? അത് പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത്? 10ാം ധനകാര്യ കമ്മീഷൻ 3.89% ആയിരുന്നുവെങ്കിൽ 15ാം ധന കമ്മീഷൻ കേരളത്തിന് അനുവദിച്ച് 1.92%. GST നഷ്ടപരിഹാരം നിർത്തിയതിലൂടെ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം 12,000 കോടിയാണ്. റവന്യൂ കമ്മി ഗ്രാന്റിലെ കുറവ് 8,400 കോടിയാണ്. വായ്പാ അനുമതി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നിഷേധിച്ചത് മൂലം കേരളത്തിനുള്ള ബാധ്യത 19,600 കോടിയാണ്. അങ്ങനെ 57,000 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തോട് പകവീട്ടൽ സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് സാമ്പത്തികമായി നഷ്ടം വരുന്നു 57,000 കോടി. ഇത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്താൽ നിറയുന്ന രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നും തിരിച്ചു നൽകേണ്ടതാണ്. ഇത് മിസ്റ്റർ മുരളീധരൻ, മലയാളിക്ക് നിങ്ങൾ നൽകുന്ന ഔദാര്യമല്ല, മലയാളിയുടെ കേരളത്തിന്റെ പൗരന്റെ അവകാശമാണ് ഇതെന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല.
അത് പറയുമ്പോൾ ഞങ്ങൾ ആക്ഷേപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപം കേട്ടാൽ തോന്നും അദ്ദേഹത്തിന്റെ തറവാട്ട് വക സ്വത്തിൽ നിന്നും ഞങ്ങൾക്ക് എടുത്തു തരേണ്ടതാണ്, സംസ്ഥാനത്തിന് എടുത്തു തരേണ്ടതാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ. ഇത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ തുകയാണ്. അത് വെട്ടിക്കുറക്കുന്നു. കുടിശ്ശിക, ഭക്ഷ്യമന്ത്രി ഇവിടെയുണ്ട്. നെല്ല് സംഭരണത്തിൽ 954 കോടി രൂപയാണ് കുടിശ്ശിക. ഇന്നലെ 792 എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷ്യമന്ത്രി ഇന്നിപ്പോ എന്നോട് പറഞ്ഞു 792 അല്ല 954 കോടിയാണ് പുതിയ കണക്ക്, ഇക്കൊല്ലത്തെയും കൂടി കണക്ക് പ്രകാരം. നെല്ല് കർഷകരെ വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിടാൻ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധം മൂത്തുകൊണ്ടാണ് ഇത്തരം നിലപാട് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി 54 കോടി രൂപയുടെ കുടിശ്ശികയാണ്. കുട്ടികൾക്ക് കൃത്യമായി ഉച്ചഭക്ഷണം നൽകുന്ന രാജ്യത്തെ ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമാണെന്ന് സന്തോഷത്തോടെ നമുക്ക് പറയാനാകും. അവിടെയാണ് അതിന് കുടിശ്ശിക 54 കോടി. ഹെൽത്ത് ഗ്രാന്റ് 137 കോടിയുടെ കുടിശ്ശിക. നഗര LSTD ഗ്രാന്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്, 52 കോടിയാണ് നിലവിൽ കുടിശ്ശിക. ഇനി അത് കൂടിയോ എന്ന് എനിക്കറിയില്ല. 400 ചില്ലാൻ കോടി, 500 ചില്ലാൻ കോടി രൂപയുടെ കുടിശ്ശികയാണ്. അപ്പോ കുടിശ്ശിക ഭീമമാണ്. 500 ചില്ലാൻ കോടിയുടെ കുടിശ്ശിക ഇതിന് നഗര LSTD ഗ്രാന്റ് ഇനത്തിൽ മാത്രം വന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇത് ഞങ്ങൾ നവകേരള സദസ്സിൽ പറയുമ്പോൾ അതിനോട് അദ്ദേഹം എടുക്കുന്ന സമീപനം ശരിയാണോ? അതിനെ വ്യക്തിഹത്യ നടത്തി അല്ലെങ്കിൽ വ്യക്തിയാക്ഷേപം നടത്തി മറുപടി പറയാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം ഇതിനെ അക്കമിട്ട് നിരത്തി മറുപടി പറയാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പിന്നെ അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ LDF സർക്കാരിന്റെ ജനാധിപത്യത്തെ കുറിച്ചും മറ്റുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി നല്ല കാര്യം, കേരളത്തിനൊരാൾ കേന്ദ്രമന്ത്രിയായി നല്ല കാര്യം. പക്ഷേ നമോ പൂജ്യ നിവാരണ പദ്ധതിയിലൂടെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായതെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ 2016 അധികാരത്തിൽ വന്ന് മികച്ച നിലയിൽ പ്രതിസന്ധികൾ ജനങ്ങളെ നയിച്ചു മുന്നോട്ട് വന്ന സർക്കാരിനെ കൂടുതൽ സീറ്റുകൾ നൽകി കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുകയുണ്ടായി. ആ സർക്കാരിനെതിരെ അദ്ദേഹം ജനാധിപത്യ പ്രസംഗം നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഈ രീതി ശരിയാണോ? ഈ രീതി ശരിയല്ലെന്ന് മാത്രമല്ല, മതനിരപേക്ഷതയുടെ മാതൃകയാണ് കേരളം. ആ മതനിരപേക്ഷതയുടെ മാതൃകയായി കേരളം മാറുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. നമുക്കറിയാം, രാജ്യത്ത് NCERT പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ സിലബസ് വെട്ടിമാറ്റുകയാണ്. പല കാര്യത്തിലും സിലബസ് മാറ്റുന്നു. മഹാത്മാഗാന്ധിയുടെ വാദം കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ എടുത്തൊരു സമീപനം. മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. ഇത് ശരിയായ തീരുമാനമാണോ? മതസാഹോദര്യവും മതനിരപേക്ഷതയും ഈ രാജ്യത്തെ കുട്ടികൾ അറിയേണ്ടതില്ല, പഠിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് ഈ രാജ്യത്ത് മതസ്പർദ്ധ വളർത്തുന്നതിന് കാരണമായി മാറും. വളരെ ബോധപൂർവം ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ ഇത് പഠിപ്പിക്കേണ്ടതല്ലേ? മഹാത്മാഗാന്ധിയും മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രവും മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥൂറാം ഗോഡ്സെ പിന്തുടർന്ന ആശയങ്ങളും കുട്ടികൾ അറിയണ്ടേ? കുട്ടികൾ അറിയണം. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, മൗലാന അബ്ദുൽ കലാം ആസാദ് തികഞ്ഞ മതനിരപേക്ഷവാദിയാണ്. ദ്വിരാഷ്ട്രവാദത്തെ അതിശക്തമായി എതിർത്ത വ്യക്തിയാണ്. ഹിന്ദു രാഷ്ട്രത്തെയും മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ വാദത്തെയും അതിശക്തമായി എതിർത്ത വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കുത്തബ് മിനാറിന്റെ മുകളിൽ നിന്നും മാലാക വന്ന് വിളിച്ച് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം തകർന്ന് നിനക്കൊരു സ്വാതന്ത്ര്യം നൽകാമെന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടതില്ല, മതസഹോദര്യം തകരുന്ന സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ല എന്നുള്ള പ്രഖ്യാപനം ഞാൻ നടത്തും എന്ന് പ്രസ്താവിച്ച നേതാവാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ആ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേര് നോക്കി അദ്ദേഹത്തിന്റെ ചരിത്രം ഇവിടെ പഠിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നു. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇത് ഇന്ത്യ ഞെട്ടിയ സംഭവമാണ്. ജനങ്ങളെ സ്പർദ്ധ വളർത്തി വിദ്യാഭ്യാസ മേഖലയിലും വർഗീയവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സാഫ്രോണൈസേഷൻ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ഇന്നലെ നടത്തിയ അതേ പ്രസ്താവന തന്നെ, സാഫ്രോണൈസേഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി ജനങ്ങളിലെ മതസാഹോദര്യത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു.
ഹിന്ദു മതം മറ്റെല്ലാ മതങ്ങളെയും പോലെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്ന മതമാണ് ഹിന്ദു മതം. ഹിന്ദു മതവിശ്വാസികൾ ഒരിക്കലും മതവർഗീയതയെ അംഗീകരിക്കുന്നവരല്ല. എന്നാൽ മതവർഗീയവാദത്തെ വളരെ ബോധപൂർവം കേരളത്തിലെ പുസ്തകങ്ങളുടെ സിലബസുകളിൽ കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ BJP ഇതര സർക്കാരുകൾക്കാകെ മാതൃകയായി, ഈ രാജ്യത്തിനാകെ മാതൃകയായി ഒരു വിദ്യാഭ്യാസ മന്ത്രി, ആ വിദ്യാഭ്യാസ മന്ത്രി പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സംസ്ഥാനത്ത് കുട്ടികൾ ഈ സിലബസ് പഠിക്കും. അങ്ങനെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ശിവൻകുട്ടിയാണ്. ആ സർക്കാർ കേരളത്തിലെ LDF സർക്കാരാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ പാരമ്പര്യവും പ്രത്യേകതയും. പൗരത്വ നിയമ പ്രശ്നം വന്നു. രാജ്യത്തെ പൗരന്മാരെ നിശ്ചയിക്കുന്നത് പേര് നോക്കി മതാടിസ്ഥാനത്തിലല്ല. എന്നാൽ ഭരണഘടനാ വിരുദ്ധമായി പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ, പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, എന്റെ സംസ്ഥാനം അത് അംഗീകരിക്കില്ല, പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എത്ര തവണ വേണമെങ്കിലും ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഒരു നിയമസഭ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം അവതരിപ്പിച്ച നിയമസഭയിലെ പ്രമേയ അവതാരകനായ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ്. ആ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. അതാണ് പ്രത്യേകത. അപ്പൊ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ എല്ലാ നിലയിലും മുന്നോട്ട് നിൽക്കുന്ന നാടാണ് കേരളം എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയ വിഷം കുത്തി നാളെ കേരളത്തെയും വർഗീയ കലാപങ്ങളുടെ നാടാക്കി മാറ്റി തീർക്കാൻ സിലബസുകളിൽ വർഗീയവൽക്കരണം, ഗവർണറുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ സാഫ്രോണൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി സർവകലാശാലകളുടെ സെനറ്റിലും മറ്റും ഒരു തരത്തിലുള്ള മെറിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലല്ലാത്ത വ്യക്തികളെ RSS കാര്യാലയത്തിൽ നിന്നും എഴുതി കൊടുത്ത പേര് കുത്തി നിറക്കാൻ ചാൻസലർ ശ്രമിച്ചു എന്നുള്ളതാണ് ഗൗരവമേറിയ പ്രശ്നം. ഇവിടെ പൊതുവെ നമ്മൾ പരിശോധിക്കേണ്ടത്, ഇത്തരം പദവികളിൽ ഇരിക്കുന്നവരെ കേന്ദ്രം ഭരിക്കുന്ന BJP അധികാരം ലഭിക്കാത്തിടത്ത്, ലഭിക്കാൻ സാധ്യതയില്ലാത്തിടത്തുമൊക്കെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണാം. ഗവർണർ പദവിയെയും ആ നിലയിൽ രാഷ്ട്രീയമായി BJP ഉപയോഗിക്കുന്നു എന്നുള്ളത് നേരത്തെ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടതാണ്. BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കാൻ ഗവർണർമാരെ BJP ഉപയോഗിക്കുന്നു. ഈ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ഇപ്പോൾ കേരളം ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതിയിൽ പോരാട്ടം നടത്തുന്നത് പോലെ നേരത്തെ പഞ്ചാബും തമിഴ്നാടും പോരാട്ടം നടത്തിയിരുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ, കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര ഒക്കെ അവരുടെ ഭരണകാലത്ത് ഗവർണർമാരുടെ ഇത്തരം രാഷ്ട്രീയ പാവയായി മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. ഇവിടെ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ, ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരം BJPയുടെ കുതന്ത്രത്തിനെതിരെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഇന്ന് വരെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. രാജസ്ഥാൻ ഈ അടുത്ത കാലം വരെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന സംസ്ഥാനമാണല്ലോ. സർവകലാശാലകളുടെ ഗവർണറുടെ ഇടപെടലുകളിൽ വശം കെട്ടപ്പോഴാണ് രാജസ്ഥാൻ സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതികൾക്കായി ജയ് നാരായൺ വ്യാസ് സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലർ PC ത്രിവേദി അധ്യക്ഷനായുള്ള കമ്മിറ്റിയെ നിയോഗിച്ചത്. വൈസ് ചാൻസലർമാരെ മുഖ്യമന്ത്രി നിയമിക്കണമെന്നാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് നടപ്പിലാക്കാനാണ് കോൺഗ്രസ് സർക്കാർ രാജസ്ഥാനിൽ ശ്രമിച്ചത്. എന്താണ് ഇതിനെക്കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർക്കും അഭിപ്രായമുള്ളത്? ഛത്തീസ്ഗഡ്, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ റായ്പൂരിലെ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനത്തിലാണ് കോൺഗ്രസ് സർക്കാരും അവിടുത്തെ ഗവർണറും ഏറ്റുമുട്ടിയത്. BJP ഗവർണറെ ഉപയോഗിക്കുന്നു, ഗവർണറെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. കുഷ്ബാവു താക്കറെ സർവകലാശാലയിൽ, പണ്ഡിറ്റ് സുദർശൻ ലാൽ ശർമ്മ ഓപ്പൺ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനങ്ങളും നേരത്തെ ഗവർണർ അനസൂയ ഉയിക്കെ നേരിട്ട് നടത്തുകയുണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ കുഷ്ബാവു താക്കറെ സർവകലാശാലയിലെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ട ബൽദേവ് ഭായ് ശർമ്മ RSS മുഖമാസികയായ പാഞ്ചജന്യത്തിന്റെ എഡിറ്ററായിരുന്നു എന്നുള്ളതാണ് അവിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നം. RSSന്റെ മുൻ തലവനായ KS സുദർശന്റെ ജീവചരിത്രം എഴുതിയാണ് ഇദ്ദേഹം പ്രധാന യോഗ്യതയായി ഇതിനെ മാറ്റിയത് എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി വന്നത്. തുടർന്ന് 2020 മാർച്ച് മാസം 26-ന് വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന ബില്ല് നിയമസഭയിൽ കോൺഗ്രസ് സർക്കാർ പാസാക്കി.
എന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരിക്കുമ്പോഴുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. BJP ഗവർണർ പദവികളെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നുള്ള കോൺഗ്രസിന്റെ ദേശീയ നിലപാടിന് വിരുദ്ധമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും ഇടപെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. മഹാരാഷ്ട്ര കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ അന്നത്തെ എല്ലാവരും അടങ്ങിയ ഗവൺമെന്റ് മഹാവികാസ് അഗാഡി സർക്കാർ 2020 സർവകലാശാല നിയമങ്ങളിൽ മാറ്റം വരുത്താൻ മുൻ UGC ചെയർമാൻ സുഖദേവ് തൊറാട്ട് അധ്യക്ഷനായുള്ള 14-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. 2021 മഹാരാഷ്ട്ര സർക്കാർ സർവകലാശാല നിയമം ഭേദഗതി ചെയ്തു. ഇതുവഴി VC നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരം എടുത്തു കളഞ്ഞു. BJP സർക്കാർ വന്നപ്പോഴാണ് ഇത് മരവിപ്പിച്ചത്. തമിഴ്നാട് 2022 ഏപ്രിൽ മാസത്തിലാണ് തമിഴ്നാട്ടിലെ DMK സർക്കാർ വൈസ് ചാൻസലർ നിയമനാധികാരം ഗവർണറിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന 2 ബില്ലുകൾ പാസാക്കിയത്. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന ബില്ലും തമിഴ്നാട്ടിൽ പാസാക്കി. പശ്ചിമ ബംഗാൾ 2022 ജൂൺ 13 ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റി തലസ്ഥാനത്ത് മുഖ്യമന്ത്രി അവരോധിക്കുവാനുള്ള ബില്ല് പശ്ചിമ ബംഗാൾ സർക്കാർ പാസാക്കിയത് 2022 ജൂൺ 13. ഈ ബില്ലൊന്നും ഗവർണർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. ഇങ്ങനെ ഓരോ സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ആ സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ കാണാം. ഇനി ഇതിലെ ബഹുരസമായ കാര്യം, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ ഇതേ അഭിപ്രായം പറഞ്ഞതാണ്. അന്ന് കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രത്തിൽ ഭരിച്ചത്. അന്ന് ഗുജറാത്ത് സർക്കാർ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ലോ ബിൽ അവതരിപ്പിച്ച് പാസാക്കി. നരേന്ദ്രമോദിയായിരുന്നു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. ബില്ലിൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിച്ചുരുക്കി. ഈ ബില്ല് ഗവർണർ കോൺഗ്രസ് നോമിനിയായ കമില ബേനിവാൽ, അന്ന് കേന്ദ്രം ഭരിച്ചത് നമുക്കറിയാം UPA ഗവൺമെന്റാണ്, അവർ അത് തിരിച്ചയച്ചു. 2015 ചുമതലയേറ്റ ഗവർണർ OP കോഹ്ലിയാണ് പിന്നീട് ഈ ബില്ലിൽ ഒപ്പിട്ടത്. നരേന്ദ്രമോദി അന്ന് ഇതേ നീക്കം നടത്തിയിരുന്നു. അപ്പൊ ഇതൊന്നും അറിയാത്തവരല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും. 2007 കോൺഗ്രസ് നയിച്ച UPA ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച M പൂഞ്ചി കമ്മീഷൻ 2010 റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിലെ പ്രധാന വിഷയം രാജ്യത്തെ ഗവർണർ ഓഫീസുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്നും ഇത്തരം കാര്യങ്ങൾ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തെ ഇപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? കേരളത്തിന്റെ മതസാഹോദര്യത്തെ തകർക്കാൻ, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാഫ്രോണൈസേഷൻ എന്ന് ഗവർണർ ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ മതവർഗീയവൽക്കരണം, കാവ്യവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സർവകലാശാലകളിൽ, സെനറ്റുകളിൽ RSS നോമിനികളെ കുത്തി തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടില്ലേ? സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടും. കേരളമാകെ അതിനെ എതിർക്കും. കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതവർഗീയവൽക്കരണത്തിനെതിരാണ്. 970 രൂപം കൊണ്ട SFI എന്ന വിദ്യാർത്ഥി സംഘടന സ്വാഭാവികമായും അതിനെതിരെ പോരാട്ടം നടത്തുന്നു. മറ്റു പല വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നു. മറ്റു പല പ്രസ്ഥാനങ്ങളും ജനങ്ങളും വ്യക്തികളുമൊക്കെ ഇതിൽ പ്രതിഷേധം ഉയർത്തുന്നു. എന്നാൽ ആ പ്രതിഷേധത്തോടെടുക്കുന്ന സമീപനം എന്താണെന്ന് നമുക്കറിയാം. ചാൻസലർ അത്തരം പ്രതിഷേധത്തോടെടുക്കുന്ന സമീപനത്തെ നമ്മൾ കാണുന്നു. ഏത് നിലയിലാണ് അദ്ദേഹം ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നത്? എന്തൊക്കെ ആക്ഷേപങ്ങളാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ഉയർത്തിയത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയ ആക്ഷേപം ചെറുതാണോ? മുഖ്യമന്ത്രി വരുന്ന ജില്ലയെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം നടത്തിയില്ലേ? ഐ നോ ദി ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് കണ്ണൂരിന്റെ ചരിത്രം? കണ്ണൂരിന്റെ ചരിത്രം അത്ര മോശമാണോ? കോളനി വിരുദ്ധ പോരാട്ടത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ. എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ കണ്ടു. എന്താണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം? മംഗലാപുരം കേന്ദ്രീകരിച്ച RSS കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്ത പ്രദേശം ഇതേ കണ്ണൂർ ജില്ലയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി 970 ഡിസംബർ മാസം തലശ്ശേരിയിൽ വർഗീയ കലാപമുണ്ടാക്കാൻ RSS പ്രത്യേകം വിധേയത്തിൽ കമ്മീഷനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേകം തലശ്ശേരിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയി. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മനസ്സിലാക്കണം. അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് CPIM-ന്റെ മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവ് UK കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു. നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ UK കുഞ്ഞിരാമനെ എന്ന RSSകാർ വകവരുത്തി. അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ
കലാപം നടത്തരുത്, നമ്മൾ സാഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി. ആ അനൗൺസ്മെന്റ് വാഹനം മതസഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു. ആ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ മുന്നിൽ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മതസഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും. അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സഖാവ് പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം. ആ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിന്റെ മതസഹോദര്യ പോരാട്ടത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് തിരിച്ചറിയണം. നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ അത് തിരിച്ചറിയണം. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതല്ല, പക്ഷേ നിങ്ങളിരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, മതസാഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് RSS ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടത്. അത് ശരിയാണോ? ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇവിടെ എന്തുകൊണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യണം. നാട്ടിലെ ജനങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ, ജനങ്ങളാകെ ഒന്നിച്ചു മുന്നോട്ട് പോകാൻ, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ, ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് LDF സർക്കാർ പ്രവർത്തിക്കുന്നത്. അത് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അത് ഒരു വർഗീയ പാർട്ടിയായ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ ഭാഗമായി കേരളത്തോട് സാമ്പത്തിക ഉപരോധ സമാനമായ നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തെ ബഹിഷ്കരിക്കാൻ, കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാട് സ്വീകരിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ നടത്തുന്ന ശ്രമം അത് ചർച്ച ചെയ്യപ്പെടണ്ടേ? അത് ചർച്ച ചെയ്യപ്പെടണം. അത് ചർച്ച ചെയ്യപ്പെടാനാണ് നവകേരള സദസ്സിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും BJPയുടെ B ടീമിനെ പോലെ ഇവിടെ പ്രവർത്തനം നടത്തുന്നു. കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇത്തരം നിലപാടുകൾ തുറന്നു പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പൊള്ളുന്നത്? BJP കേരളത്തോട് പകവീട്ടാൻ ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് നവകേരള സദസ്സിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസും BJPയും ഒരുപോലെ എതിർത്താലും ജനലക്ഷങ്ങൾ ഈ നവകേരള സദസ്സിനോടൊപ്പം അണിനിരക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഉദാഹരണം. ഈ മഴയെയും ഒന്നും വകവെക്കാതെ വരുന്ന ജനസംഖ്യ, അതാണ് ഇതിന്റെ ഉദാഹരണം. അത് ജനങ്ങൾ ഇതിനോടൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതിനിയും തുടരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. 2 മന്ത്രിമാർ കൂടി സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ പറഞ്ഞ ഒറ്റക്കാര്യത്തിന് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, NH-66 കേരള സർക്കാരിന് റോളൊന്നുമില്ല. അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ നേതാവ് കൂടിയായ ശ്രീ നിതിൻ ഗഡ്കരി നൽകിയ മറുപടി മാർച്ച് മാസം 29 ആ മറുപടി നൽകിയതെന്ന് ഞാൻ ഓർക്കുന്നു. 25% ഭൂമി ഏറ്റെടുക്കലിന്റെ പണം കേരള സർക്കാരാണ് ചെലവഴിച്ചത് എന്നുള്ളതാണ് മറുപടി. എന്തിനാണ് പിന്നെ ഇങ്ങനെ പച്ചക്കള്ളം ഒരു കേന്ദ്രമന്ത്രി ആ കസേരയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്നത്? എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്നു? കേരളം എങ്ങനെയാണ് NH-66 പൂർത്തീകരിക്കാൻ ഇടപെട്ടത് എന്നുള്ളത് നമുക്കറിയുന്നതല്ലേ. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി എന്ന പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപേക്ഷിച്ചു പോയിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുൻകൈയെടുത്തു. പ്രധാനമന്ത്രിയായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു. ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം തരാൻ തയ്യാറാകാത്ത സ്ഥിതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാത വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. 25% തുക, 5519 കോടി, 25% തുക ചെലവഴിക്കാൻ തീരുമാനിച്ചു. 2021 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് അതിന്റെ യോഗങ്ങൾ നടത്തി. വിവിധ സ്ട്രെച്ചുകളുടെ യോഗം പൊതുമരാമത്ത് വകുപ്പ് വേറെയും നടത്തി. ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. വിവിധ വകുപ്പുകൾ അവരെ ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ നടത്തി. മുഖ്യമന്ത്രി ഇടയ്ക്കിടെ അത് ഏകോപിപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി. NH-66 മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലൂടെ വന്ന് തമിഴ്നാട്ടിൽ അവസാനിക്കുന്ന ഈ പദ്ധതി കർണാടകയിൽ അതിന്റെ പ്രവൃത്തി ഒച്ചിന്റെ വേഗത്തിലാണ്. എന്നാൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ എടുക്കുന്ന പ്രത്യേക മുൻകൈയാണ് എന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി.
നമ്മളെ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് മറ്റു പല തിരക്കും കാരണം ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ സമയമുണ്ടാകില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ പോയി. ശ്രീ മുരളീധരനും അറിയുന്നതാണ് ആ പ്രതിസന്ധികൾ എങ്ങനെയൊക്കെ വന്നു. പദ്ധതി ഉപേക്ഷിക്കപ്പെടുന്ന നിലയിലേക്കുള്ള ചില സമരങ്ങൾ പ്ലാൻ ചെയ്തു. എല്ലാം മാറി മറിഞ്ഞ് മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി, പ്രിയപ്പെട്ടവരെ, ആ പദ്ധതി 2025 പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ സർക്കാരിന്റെ നിശ്ചയദാർഢ്യമല്ലേ? ഇതറിയാത്ത ആളാണോ ശ്രീ മുരളീധരൻ? മാർച്ച് 29 ശ്രീ നിതിൻ ഗഡ്കരി നൽകിയ മറുപടി, ആ തീയതി വരെ 5519 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇത് അറിഞ്ഞിട്ടും പാർലമെന്റിൽ ഇങ്ങനെയൊരു മറുപടി ശ്രീ നിതിൻ ഗഡ്കരി നൽകിയിട്ടും ഇപ്പോഴും സംസ്ഥാന സർക്കാർ പണമൊന്നും ചെലവഴിച്ചിട്ടില്ല എന്ന് ഒരു കേന്ദ്ര സഹമന്ത്രി, അതും ഒരു മലയാളി, ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടി പാടുണ്ടോ? അപ്പോൾ ഇത് സംസ്ഥാനത്തോടുള്ള വല്ലാത്തൊരു താല്പര്യമാണ്. ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ കളിച്ചു വളർന്ന് ഈ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വല്ലാത്ത വികൃത മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാനാകൂ. അതുകൊണ്ട് നവകേരള സദസ്സ് തീർച്ചയായും ഈ 2.5 വർഷക്കാലത്തെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും, ലോകത്തൊരു സർക്കാരും ചെയ്യാത്ത നിലയിൽ വ്യത്യസ്തമായ ഒരു പ്രവർത്തനം, ഒരു മാതൃകാ പ്രവർത്തനം നടത്തിയപ്പോൾ ആ പ്രവർത്തനത്തോട് സഹകരിച്ച് പരിപൂർണമായി സദസ്സിനെ 10,000ങ്ങളുടെ സദസ്സാക്കി മാറ്റി തീർക്കാൻ ഇടപെട്ട, അതും ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ആ മഴയെ വകവെക്കാതെ ഈ കോന്നിയിലെ പ്രിയപ്പെട്ട നിങ്ങൾ ഈ സദസ്സിനെ ഒരു അഭൂതപൂർവമായ വിജയമാക്കി മാറ്റി തീർക്കാൻ തയ്യാറായ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.